وقال النبي صلى الله عليه وسلم الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉമറാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസാണിത് എന്നതുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളും ആശിഖീങ്ങളുമായ പലരും, മനുഷ്യരും ജിന്നുകളും എന്നല്ല അല്ലാഹുവിൻ്റെ പരിശുദ്ധന്മാരായ മലായിക്കത്തും ഒക്കെ മേളിക്കുന്ന ഒരു സദസ്സാണിത് എന്നതുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണെന്ന് പറയേണ്ടതില്ല. എല്ലാത്തിനുപരി നമുക്ക് ദുആ ചെയ്ത് തരുന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ ഒരു കണ്ണിയും നമുക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ ഉള്ള വ്യക്തിയും ഒക്കെ ആയതുകൊണ്ടും നാം ആത്മാർത്ഥമായി ഈ സദസ്സിൽ പങ്കെടുത്താൽ നമ്മുടെ ദുആകൾക്ക് ഇജാബത്തുണ്ടാകും എന്നതിൽ സംശയമില്ല. നീറുന്ന നൂറ് പ്രശ്നങ്ങളുമായി ഇവിടെ എത്തിയ ജനക്കൂട്ടം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം ഞാൻ സ്വന്തമായി തന്നെ വണ്ടിയിൽ പോരാറായിരുന്നു പതിവ്. കുറഞ്ഞ ദിവസത്തെ ചികിത്സ ഉള്ളതുകൊണ്ട്, ആ ചികിത്സ കഴിഞ്ഞ് വിശ്രമത്തിലുള്ള സമയമായതുകൊണ്ടും അങ്ങനെ കൂടുതൽ വണ്ടിയിൽ യാത്ര ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ട്രെയിനിലാണ് ഞാൻ പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പോരുമ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു തല മുതൽ മറ്റേ തല വരെ നിൽക്കുന്നവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, കേവലം സാധാരണ ജനങ്ങളല്ല ഇവർ. അപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ ഒക്കെ ബായാർ 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 ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഒരു ട്രെയിനിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ എത്ര ട്രെയിൻ ഈ ഭാഗത്തേക്ക് പോകുന്നു? അതിൽ തിരുവനന്തപുരം മുതൽക്കുള്ളവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ട്രെയിൻ കയറി നോക്കുമ്പോഴും അങ്ങനെ ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരികയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് എപ്പോഴും സയ്യിദന്മാർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ, അവർ നമ്മുടെ ഒരു സഫീനത്ത്, ഒരു കപ്പലിൻ്റെ ഉദാഹരണമാണ്, മാതൃകയാണ്. ആ കപ്പലിൽ കയറിയാൽ നാം രക്ഷപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് തരത്തിലുള്ള ബന്ധം നബിതങ്ങളുമായുണ്ട്. ആലുൻ നബി റസൂലുള്ളാഹിന്റെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമാണ് ആലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധമുള്ള കുടുംബം, അവർക്ക് നസബിയായ ആൽ എന്ന് പറയപ്പെടും. തറവാടുപരമായി നബി തങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളാണ്. ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ
കാവൽ ഭടന്മാരായ ആലിമീങ്ങൾ, അവരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബങ്ങളാണ്. ആലുൻ നബി എന്ന് പറഞ്ഞാൽ അവരും പെടും. പക്ഷേ അവർക്ക് നിസബിയായ ആൽ എന്നാണ് പറയപ്പെടുക. തറവാടുപരമായി നബിയുമായി അവർക്ക് ബന്ധമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിൻ്റെ, ആശയത്തിൻ്റെ ശക്തമായ കാവൽക്കാരാണവർ എന്ന കാരണം കൊണ്ട് നബിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന കുടുംബക്കാർ എന്ന് അവരെക്കുറിച്ചും പറയും. അപ്പോൾ ഒരു സയ്യിദ് ആലിമായാലോ 2 തരത്തിലുള്ള കുടുംബവും ഉണ്ട്. മഹാനായ താജുൽ ഉലമ നമ്മളോട് വിട പറഞ്ഞു. പൊസോട്ട് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹു അവരുടെ എല്ലാം കബറിടങ്ങളിൽ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ഈ 2 തരത്തിലും റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന് പറയുന്നതിൽ പെടുമെന്ന് ആർക്കും സംശയിക്കാൻ ന്യായമില്ല. എന്ന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 അർത്ഥത്തിലുമുള്ള കുടുംബത്തിലൊരു കണ്ണിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ. ഈ ഇസ്സത്തും സ്ഥാനവും എല്ലാം ബറക്കത്തും എല്ലാം അള്ളാഹു എന്നും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന പലതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് അത്താണിയായി അവിടെ നേരുന്ന പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമാണ് അത്താണി എന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്നു. ചുമട്ട് തൊഴിലാളികളൊക്കെ വലിയ ഭാരമുള്ള ചുമടുകളുമായി പോകുമ്പോൾ പഴയ കാലങ്ങളിൽ നടന്നല്ലേ പോവുക. വഴിയോരങ്ങളിൽ തലയിൽ നിന്ന് നേരെ ഇറക്കി വെക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു മതിൽ കെട്ടിയുണ്ടാക്കും. അതിനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്താണി എന്ന് പറയാറുള്ളത്. അവിടെ ഇറക്കി വെച്ച് കുറച്ച് വിശ്രമം കഴിഞ്ഞ് വീണ്ടും അത് തലയിലേക്ക് തട്ടി ഏറ്റി തന്നെ പിന്നെയും പോകും. അപ്പോൾ വളരെ ക്ഷീണിക്കുമ്പോൾ വലിയമുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതിനാണ് അത്താണി എന്ന് പറയുന്നത്. അങ്ങനത്തെ അത്താണികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അവരാണ് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാന്മാർ. അവരൊരു പക്ഷേ സയ്യിദുമാരാകും, അതല്ലെങ്കിൽ അവർ സയ്യിദുമാരല്ലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹിനെ കൊള്ളെ പ്രാസ്ഥാനികമായി ചേർന്ന് നിൽക്കുന്ന, റസൂലുള്ള കൊണ്ടുവന്ന ആ ആശയത്തെ സംരക്ഷിക്കുന്ന, അതിനെതിരെ വരുന്ന എല്ലാത്തിനും മറുപടി പറയുന്ന, ആ കൂരമ്പുകളെ മുഴുവൻ തടുത്തു നിർത്തുന്ന, ചെറുക്കുന്ന മഹത്തുക്കളായ ആലിമീങ്ങൾ, അവരും റസൂലുള്ളാഹിന്റെ ഒരർത്ഥത്തിലുള്ള കുടുംബമാണ്. അവരൊക്കെ ജീവിച്ചിരിപ്പുള്ളപ്പോഴും അവർ വഫാത്തായി പോയാലും നമുക്ക് അത്താണി തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ത്വബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്ന ലില്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവായിജിൻ നാസ് യഫ്സഉ നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം സദഖ റസൂലുള്ളാഹി. ഇന്ന ലില്ലാഹി ഖൽഖൻ, നിശ്ചയം അല്ലാഹുവിന് ചില സൃഷ്ടികൾ ഉണ്ട്. ഖലഖഹും, അല്ലാഹു അവരെ പടച്ചിട്ടുള്ളത് ലിഹവായിജിൻ നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. യഫ്സഉ നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, ജനങ്ങൾ ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവരെ സമീപിക്കും. അങ്ങനത്തെ ഒരു പറ്റം ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതിന് ഉപോൽഫലകമാണ്. എത്രയോ മഹത്തുക്കൾ അവരുടെ ജീവിതകാലത്ത് അവർക്ക് ജനങ്ങൾ അവർക്ക് കാരുണ്യം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്നതായിരുന്നല്ലോ, ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ.
ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കൃപ ചെയ്യണമെന്നും കാരുണ്യം ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിന് ഫലമെന്താണ്? ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് മറിച്ചു കിട്ടും. അതല്ലെങ്കിൽ ആകാശത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മലായിക്കത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യങ്ങൾ നിങ്ങൾക്കും ലഭിക്കും. എന്തായിരുന്നാലും ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയുന്നവൻ്റെ അരികിൽ നിന്ന് എന്ന് വേണ്ട ഒരു മനുഷ്യനായാൽ മതി, മുസ്ലിം അല്ലെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാൾക്ക് അവൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരു നിലക്കും ഉപദ്രവം വരാൻ പാടില്ല. അവരാണ് പൂർണ്ണമായ മനുഷ്യൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ മറ്റ് സുഹൃത്തുക്കൾ, അവന്റെ സഹോദരങ്ങൾ ആണ് മറ്റു മുഅ്മിനീങ്ങൾ. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സൗഹൃദ ബന്ധം മാത്രത്തിലല്ല, ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളായി പിറന്നവർ, അവർ സഹോദരന്മാരാകുമ്പോഴാണ് ഇഖ്വത്ത് എന്ന് പറയാറുള്ളത്. സൗഹൃദബന്ധത്തിലുള്ള സഹോദരങ്ങൾക്ക് ഇഖ്വാൻ എന്നും, നേരെ ഏകോദര സഹോദരന്മാരാകുമ്പോൾ ഇഖ്വത്ത് എന്നും പറയും. അങ്ങനെയാണ് അറബി ഭാഷയിലുള്ള പ്രയോഗം. ഖുർആനിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്നാ പറഞ്ഞു, ഇഖ്വാൻ എന്നല്ല. നിങ്ങൾ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഗർഭാശയത്തിൽ നിന്നും മുതുകളിൽ നിന്നും വന്ന ഒരേ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളായ ഏകോദര സഹോദരന്മാരാണ് എന്നർത്ഥം വരുന്ന ആയത്താണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു യഥാർത്ഥ മുസ്ലിം മുഅ്മിൻ മറ്റൊരു അതുപോലെയുള്ള സഹോദരനെക്കുള്ള അപേക്ഷിച്ച് നോക്കിയാൽ ഇവന്റെ നാക്ക് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അവന് വരാൻ പാടില്ല, ഇവന്റെ കൈകൊണ്ടും വരാൻ പാടില്ല. അപ്പോ നാവ് കൊണ്ട് വൃണപ്പെടുത്തുന്ന വല്ല വാക്കും പറയുകയോ ഇഷ്ടമില്ലാത്ത വാക്ക് പറയുകയോ അവൻ ഇഷ്ടമില്ലാത്ത വല്ലതും ചെയ്യുകയോ ചെയ്താൽ അവനൊരു യഥാർത്ഥ മുസ്ലിം അല്ല. പോരാ, നബി തങ്ങൾ മറ്റൊരു റിവായത്തിൽ നബി തങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവന്റെ നാവിൽ നിന്ന് മറ്റ് മനുഷ്യർ, ആ മനുഷ്യർക്ക് ആഘാതമുണ്ടാക്കുന്ന വല്ല വർത്തമാനം പറയാൻ ഇവന് പാടില്ല. അവർക്ക് ദേഹോപദ്രവം വരുന്ന വല്ല സംഗതികളും ചെയ്യാനും പാടില്ല. അപ്പൊ വാക്കുകൊണ്ട് വ്രണപ്പെടുത്തുകയോ കൈകൊണ്ട് ആക്രമിക്കുകയോ പോകട്ടെ, മറ്റൊരു വായത്ത് കൊണ്ട് മനസ്സുകൊണ്ടും ഒരാളെ വ്രണപ്പെടുത്താൻ പാടില്ല. ഒരാൾ കയറി വരുമ്പോൾ അയാളോട് ഒരു അനിഷ്ടം കൊണ്ട് പ്രതികരിക്കുക, എങ്ങനെ മനസ്സുണ്ട്, അതും തെറ്റാണ്. അപ്പൊ അത്രയും നല്ല നിലയിൽ അനുവർത്തിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ ലോകത്ത് വന്ന് കുറച്ച് തിയറി പഠിപ്പിച്ചു പോവുക അല്ലായിരുന്നു. പിന്നെയോ നീളമായ ദീർഘമായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മഹത്തുക്കളായ സ്വഹാബത്തിനെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് വേണ്ടി മാതൃകായോഗ്യരായ പുരുഷന്മാരാക്കി വിടുകയാണ്. അവരാണ് പിന്നെ ലോകത്തിന്റെ മാതൃക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം ثم تفرقت الصحابة رضي الله عنهم إلى الأمصار. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം വിവിധ രാജ്യങ്ങളിലേക്കായി മാറി മാറി താമസിച്ചു. അതെന്തിനായിരുന്നു? നബി തങ്ങൾ കൊണ്ടുവന്ന ആ ചര്യയും ചിട്ടയും നമ്മുടെ ആ അനുസരണവും അച്ചടക്കവും ഇതെല്ലാം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കേരളത്തിലും
വിവിധങ്ങളായ സമയത്ത് റസൂലുള്ളാഹിന്റെ ഹലറത്തിൽ നിന്ന് വന്നവർ പലയിടത്തും ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു. കേരളത്തിലാണ് ഇസ്ലാം ആദ്യം എത്തിയത് എന്ന് വെറുതെ പറയുന്നതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം മതം എത്തി എന്ന് പറയുമ്പോൾ ആരാണ് ആ ഇസ്ലാമുമായിട്ട് വന്നിട്ടുള്ളത്? അത് നബി തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ കാണുകയും നബി തങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ കേൾക്കുകയും ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് നബിയിൽ നിന്ന് ഒപ്പിയെടുക്കുകയും ചെയ്ത സ്വഹാബയാണ് ഇവിടെ വന്നത്. ആ സ്വഹാബത്ത് നബിയുടെ ഒരു പ്രസംഗം കേട്ട് പോന്നതല്ല, നബി തങ്ങളെ ഒരിക്കൽ കണ്ട് മാത്രം പോന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി ദർശിക്കുകയും നബി തങ്ങൾ കൊണ്ടുവന്ന ദർശനം സന്ദേശം ഇന്നതൊക്കെയാണെന്ന് അവർ ഒപ്പിയെടുക്കുകയും അവർക്കും നബി തങ്ങൾക്കും ഇടയിൽ പിന്നെ വേറെ ആരുമില്ല. നബി എന്തായിരുന്നു പറഞ്ഞത് അത് നേരിട്ടവർ കേട്ടു, നബി എന്താണ് ചെയ്തത് അത് നേരിട്ടവർ കണ്ടു, അവർ അനുഭവിച്ച് ആസ്വദിച്ച് പഠിച്ചു. അവർ അതിൽ വേറെ ഒരു വളച്ചുകെട്ടുമില്ലാതെ വേറെ ഒരാൾക്കും അവിടെ ഒരു വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം, മറ്റാരുടെയും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ആവശ്യമില്ലാത്ത വിധം നേരിട്ട് ഇസ്ലാമിനെ നബി തങ്ങളിൽ നിന്ന് സ്വീകരിച്ച ആ ഇസ്ലാമിനെയാണ് കേരളത്തിൽ അവരൊന്ന് കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ ഖുർആൻ വിശദീകരിക്കാൻ വേറൊരാൾ വരേണ്ട ആവശ്യമില്ല. ഇതൊന്നും അറിയാത്ത ഒരാൾ വന്ന് ഖുർആൻ വിശദീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് വന്നവർ, അവരിൽ നിന്ന് പഠിച്ചവർ അങ്ങനെ ആ പരമ്പര മുറിയാതെ നീണ്ടുപോകുന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞ് 1300 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ആശയങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. അപ്പൊ ചിലർ പറഞ്ഞു, ഇന്ന് വരെ നമ്മൾ കൊണ്ടുവന്ന ഈ ഇസ്ലാം, സ്വീകരിച്ചു പോന്ന ഇസ്ലാം, അതിൻ്റെ വിശ്വാസങ്ങളൊന്നും ശരിയല്ല, അതിൻ്റെ കർമ്മങ്ങൾ ശരിയല്ല, ആ കൊണ്ടുവന്ന സംസ്കാരങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിലും തകരാറ് പറഞ്ഞു. അപ്പൊ എന്തിനൊക്കെ തകരാറായി? നമ്മുടെ ഈമാൻ കാര്യങ്ങളിലടക്കം അവർ തകരാറ് പറഞ്ഞു. വിശ്വാസം അത് ഇസ്ലാമിന്റെ അടിത്തറയായ സംഗതിയാണ്. ഈമാൻ കാര്യം, ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് അതിൽ ഒതുങ്ങിയിട്ടുള്ളത്. 1 വിശ്വാസമാണ്, 2 ഇസ്ലാമിന്റെ കർമ്മങ്ങളാണ്, 3 ഇസ്ലാമിന്റെ സംസ്കാരങ്ങളാണ്. ഈ 3ലും അവർ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ഇന്നതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ യഥാർത്ഥ വിശ്വാസം? യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പോകുന്നവരെ മുഴുവൻ ഇസ്ലാം എന്ന് പുറത്താക്കുക. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ശിർക്ക് വെച്ച് പുലർത്തിയവരായിരുന്നു, ആൾദൈവങ്ങളായിരുന്നു. മഹാനായ തങ്ങളെക്കുറിച്ചും പറയും ആൾദൈവം. ബഹുമാനപ്പെട്ട ഖലീൽ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ആൾദൈവത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. മുമ്പ് കഴിഞ്ഞു പോയ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ആൾദൈവമാണ് പോലും. അങ്ങനെ ആൾദൈവങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പലരെയും അവർ ചേർത്ത്. ഏതുപോലെ? അമ്മ ദൈവം തന്നെ എന്ന് പറയുന്ന വിശ്വാസികൾ അമ്മയെ ആൾദൈവമാക്കിയതുപോലെ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ ആൾദൈവമാണ്. ബായാർ സയ്യിദ് അവർ ആൾദൈവമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ റസൂലിന്റെ കുടുംബക്കാർ പാണ്ഡിത്യത്തിലും കുടുംബത്തിലും നിറഞ്ഞു നിൽക്കുന്നവർ, അവർ ജനങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന അടിസ്ഥാനത്തിൽ ദുആവിന്റെ മജ്ലിസാണ്, സ്വലാത്തിന്റെ മജ്ലിസാണ് അവിടെ വെച്ചുള്ള ദുആ, ഒരിക്കലും പൊഴിയായി പോകില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് വരുമ്പോൾ ആ വിശ്വാസികൾ ഇവരെ ദൈവമാക്കിയെന്നും അതുകൊണ്ട് ഈ വിശ്വാസികളും അവരെ പോലെ തന്നെയാണെന്നും പറഞ്ഞ് യഥാർത്ഥ സാലിഹ്യങ്ങളെയും നല്ല മനുഷ്യന്മാരെയും ഇസ്ലാം എന്ന് പുറത്താക്കുകയും ഇസ്ലാമിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ ഏറ്റവും നല്ലവരായി കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ.
ഇത് പ്രത്യേകം നാം മനസ്സിലാക്കണം. ഇതിന്റെ കാരണം എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മറ്റു മതങ്ങളെപ്പോലെ കുറെ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ കുറെ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ ഒന്നുമല്ല. ഇസ്ലാമിന്റെ അടിത്തറ വളരെ വ്യക്തമായ, സംശുദ്ധമായ, പരിശുദ്ധമായ തെളിവുകളാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനമുള്ള, പിൻബലമുള്ള എന്നല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ഇസ്ലാം മതം നമുക്ക് എത്തിയതെങ്കിൽ ആ നബി വരെയുള്ള പരമ്പര മുറിയാതെ എന്നും നിലനിൽക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ പറയുന്ന ഞാനും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെയും സദസ്സിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളും അവർക്ക് അവരുടേതായ പരമ്പര പറയാൻ കഴിയും. ഏതുവരെ? മതത്തെ, ദീനിനെ നമ്മൾ കയ്യിലേക്ക് എത്തിച്ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര കണ്ണിമുറിയാതെ പറയാൻ കഴിയും. ഞാൻ എൻ്റെ ഉസ്താദായ കോട്ടൂർ ഉസ്താദിൽ നിന്ന് ദീനിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചെങ്കിൽ ആ ഉസ്താദ് പഠിച്ചത് ബഹുമാനപ്പെട്ട ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഉസ്താദുൽ അസാതീദ്, ബഹറുൽ ഉലൂം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അപാരമായ പാണ്ഡിത്യത്തിന്റെ ഉടമയും ആയിരക്കണക്കിന് ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അവരുടെയും ശിഷ്യന്മാർ, അങ്ങനൊരു 5 തലമുറയെങ്കിലും ശിഷ്യന്മാരായിട്ടാണ് മഹാനായ ഉസ്താദുൽ അസാതീദ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. മഹാനായ അബൂ ഇസ്ഹാഖ് അശ്ശിറാസി റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുണ്ടായി. അള്ളാഹു അബൂ ഇസ്ഹാഖ് അശ്ശിറാസിക്ക് ഒരുപാട് ശിഷ്യന്മാരെ കൊടുത്തു. ആ ശിഷ്യന്മാരൊക്കെ ദർസ് നടത്തി വലിയ മുദർരിസമാരായപ്പോൾ അവർക്കും ശിഷ്യന്മാരായി. അങ്ങനെ 3-4 തലമുറ ശിഷ്യന്മാരായപ്പോൾ ആ സന്തോഷം കണ്ടുകൊണ്ട് ഒരു ദിവസം ഓടുന്ന് പറഞ്ഞു, ഖറജതു ഇലാ ഖുറാസാൻ, ഞാൻ വളരെ ദൂരെ കിടക്കുന്ന ഖുറാസാൻ വരെ പോയപ്പോൾ ഫമാ റഅയ്തു മുദർരിസൻ, ഞാൻ പലയിടത്തും കയറിയപ്പോൾ ഒരു മുദർരിസിനെയും ഞാൻ കണ്ടില്ല. വലാ ഖാളിയൻ, ഒരു ഖാളിയെയും കണ്ടില്ല. വലാ ഖതീബൻ, ഒരു ഖതീബിനെയും കണ്ടില്ല. എങ്ങനെ അല്ലാതെ ഇല്ലാ വഹുവ മിൻ അസ്ഹാബി ഔ മിൻ അസ്ഹാബി അസ്ഹാബി ഔ മിൻ അസ്ഹാബി അസ്ഹാബി അസ്ഹാബി, ഒന്നുകിൽ എൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ അവരുടെയും ശിഷ്യന്മാർ, ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളല്ലാതെ ഞാൻ കണ്ടില്ല എന്ന് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഓ നബിയെ, തങ്ങളെ റബ്ബ് തങ്ങൾക്ക് ചെയ്തെന്ന നിഅമത്ത് എടുത്തു പറയണം. അള്ളാഹു ചെയ്തെന്ന നിഅമത്ത് നമുക്ക് പറയാം, ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നതാണ് എന്ന സന്തോഷം കൊണ്ട് പറയാം, പൊങ്ങച്ചം കൊള്ളാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ പറഞ്ഞെങ്കിൽ ആ പരുവത്തിലുള്ള ഒരു മഹാപാണ്ഡിത്യത്തിന് ഉടമയായിരുന്നു. അടുത്ത കാലഘട്ടത്തിലൊന്നും അത്ര ശിഷ്യന്മാരുള്ള മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദുൽ അസാതീദ്, ഓക്കെ ഉസ്താദ്. അവിടത്തേക്ക് സുൽത്താനുൽ ഉലമാ വെച്ചുകൊടുത്ത മറ്റൊരു പേരാണ് ബഹറുൽ ഉലൂം. എല്ലാ വിജ്ഞാനങ്ങളുടെയും ബഹറായ മഹാനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഇടയിൽ പറഞ്ഞതാ, അവരെ ഉസ്താദ് മഹാനായ താജുൽ ഉലമാ സദഖത്തുൽ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ഉസ്താദ് ചാലുലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. 1919 ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. അവരെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി മുജാഹിദ് സംഘം വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ പറയും മുജാഹിദിന് അടിത്തറയുണ്ട്, മുജാഹിദിന് അടിസ്ഥാനമുണ്ട്, കേരളത്തിലെ വലിയ പണ്ഡിത കുടുംബത്തിൽ നിന്നാണ് മുജാഹിദ് വന്നത്. ശുദ്ധ കളവാണ്. കാരണം മഹാനായ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ എല്ലാ മദ്ഹബിലും മഹാപാണ്ഡിത്യമുള്ള, എല്ലാ വിജ്ഞാന ശാഖയിലും പാണ്ഡിത്യമുള്ള എന്നല്ല, കേരളത്തിലെ ദർസിന്റെ അടിമുടി സിലബസ് തന്നെ എല്ലാ വിജ്ഞാന ശാഖയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു വലിയ സിലബസ് ഉണ്ടാക്കിയ മഹൽ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി.
അതിൻ്റെ മുമ്പ് കേരളത്തിലെ സിലബസ് പൊന്നാനിയിൽ നടന്നു വന്നിരുന്ന പഴയ ഒരു സിലബസ്, അതിൽ കുറേ ഫന്നുകളൊന്നും വിജ്ഞാന ശാഖകളില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത ആ വിജ്ഞാന ശാഖ വെച്ചുകൊണ്ട് ദർസ് നടത്തി വലിയ പാണ്ഡിത്യം വഹിച്ച മഹാനാണ് അവർ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. കേരളത്തിലെ ആലിമീങ്ങളുടെ ഹെഡ് അവിടെ. കേരളത്തിൽ ഒരുപാട് ആലിമീങ്ങൾ അവരെ നിദാനം പരിശോധിക്കുമ്പോൾ അവിടെ ചെന്ന് മുട്ടും. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദ്, ഇവിടുത്തെ ഉസ്താദ് കുത്തുബിയുടെ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ കുത്തുബിയുടെ കൂടെ ഓതിയിരുന്ന മറ്റൊരാളാണ് കുഞ്ഞഹമ്മദ് ഹാജിന്റെ നാട്ടുകാരൻ തന്നെയായ KM മൗലവി. KM മൗലവി എന്ന് പറഞ്ഞാൽ കാത്തിബ് മമ്മൂട്ടി മുസ്ലിയാർ, മമ്മൂട്ടി മൗലവി എന്നാണ് അയാളെ പറ്റി പറഞ്ഞിരുന്നത്. കാത്തിബ് എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജിയുടെ എഴുത്തൊക്കെ മൂപ്പര നടത്താം, നല്ല ഹാൻഡ് റൈറ്റിംഗാണ്. അപ്പൊ കുഞ്ഞഹമ്മദ് ഹാജിയുടെ എഴുത്തുകുത്തൻ മുഴുവൻ നടത്തിയെന്ന് ഇയാളായതുകൊണ്ട് ഇയാൾക്ക് കാത്തിബ് എന്ന് പേരിട്ടു. ഈ കാത്തിബ് മുഹമ്മദ് കുട്ടി മൗലവി എന്ന് പറയുന്ന ആള് തൻ്റെ അമ്മോശനും ഉസ്താദുമായ കുഞ്ഞഹമ്മദ് ഹാജി വഫാത്തായതിനു ശേഷം, കുഞ്ഞഹമ്മദ് ഹാജി 1919 ലോകത്തോട് ഇവിടെ പറഞ്ഞു. 1921 കേരളത്തിൽ ഉണ്ടായ, പ്രത്യേകിച്ച് നമ്മുടെ ഏറനാട് ജില്ല, ഏറനാട് താലൂക്കിലൊക്കെ നടന്ന കലാപം, ഖിലാഫത്ത്, കലഹം, ലഹള എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആള് ഈ KM മൗലവിയുടെ തന്നെയും മറ്റൊരു ഉസ്താദായിരുന്ന ആലി മുസ്ലിയാർ. ആ ആലി മുസ്ലിയാരായിരുന്നു. അപ്പൊ ലഹള ഉണ്ടായ കാലത്ത് 1921 ഈ കുഴപ്പം. അന്ന് തൻ്റെ ഉസ്താദിൻ്റെ കൂടെ ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു KM മൗലവി. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജി വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞിട്ടത്. കുഞ്ഞഹമ്മദ് ഹാജി 19 വഫാത്തായി, 20 കഴിഞ്ഞ് 21 ഈ ലഹള നടക്കുന്നത്. അങ്ങനെ ആ ലഹളയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ലഹളയിൽ പങ്കെടുത്ത എല്ലാവരെയും പിടിച്ച് കുറെ ആളുകളെ നാട് കടത്തി, കുറെ ആളുകളെ കൊന്നുകളഞ്ഞു. ഇപ്പറഞ്ഞ KM മൗലവിയുടെ ഉസ്താദും ആയിരുന്ന ആലി മുസ്ലിയാരെ അവർ തൂക്കിലേറ്റി എന്ന് പറയുന്നു. അല്ല, തൂക്കിലേറ്റിന് മുമ്പ് വഫാത്തായി മരിച്ചു എന്നും പറയുന്നു. എന്തായിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ പിടുത്തം കൊടുക്കാതെ അയാൾ അവിടുന്ന് കഴിച്ചിലായി പോയതാണ് കൊടുങ്ങല്ലൂരിലേക്ക്. കൊടുങ്ങല്ലൂർ മണപ്പാട് ഹൗസിലാണ് ഇയാൾക്ക് അഭയം കിട്ടിയത്. ആ മണപ്പാട് ഹൗസിൽ 7 മാസക്കാലം അയാൾ ഒളിവിൽ ഇരുന്നു. ആ സമയത്ത് മക്കയിൽ ഈ പുത്തൻ ആശയം ഇങ്ങനെ കടന്നു കയറി വരുന്ന സമയമാണ്. അവിടെ നിന്ന് കിട്ടുന്ന മാസികകളും വാരികകളും ഒക്കെ ഇയാൾ വായിച്ച് ഇയാളിലും ഈ ആശയം കടന്നുകൂടി. അങ്ങനെയാണ് അയാൾ, ഈ മരുമകൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മകളെ കെട്ടിയ ഭർത്താവാണ്, കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനുമാണ്, അമ്മോസനും ഉസ്താദുമായ കുഞ്ഞഹമ്മദ് ഹാജി വഫാത്തായതിനു ശേഷം ഇയാൾ ഈ ആശയങ്ങളൊക്കെ സ്വന്തം തട്ടിയെടുത്തുണ്ടാക്കിയതാണ്, പുസ്തകങ്ങളിൽ നിന്ന് എടുത്തതാ, ഉസ്താദുമാരിന്ന് കിട്ടിയതല്ല. ഒരു ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജിയാണ്, അവരിന്ന് കിട്ടിയതല്ല, അവർ നേരത്തെ മരിച്ചുപോയി. മറ്റൊരു ഉസ്താദ് ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരാണ്, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമായിരുന്നു, അദ്ദേഹത്തിനും കിട്ടിയതല്ല. ഇയാളിത് വെറുതെ ഇരുന്നപ്പോ ഇയാൾ വായിച്ച് കിട്ടിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ചില മൗലവിമാര്, അവരെങ്ങനെ മൗലവിയായത്? മൗലവിയായത് ഓതിപ്പടിച്ച് മൗലവിയായതല്ല. കുറെ പുസ്തകങ്ങൾ വായിച്ചു, കുറെ ലേഖനങ്ങൾ വായിച്ചു, അതിൽ നിന്നൊക്കെ എന്തൊക്കെ കുറെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് കിട്ടിയപ്പോ ആ ആശയങ്ങളുടെ ആളായി ഇയാൾ രംഗത്ത് വരികയാണ്. അങ്ങനെയാണ് ഇപ്പറയുന്ന മൗലവിമാരിൽ നല്ലൊരു സമൂഹം. ഒരു ഉസ്താദിന്റെ ദർസിൽ പഠിച്ച വല്ല രേഖയും ചോദിച്ചാൽ പറയാനില്ല, അവരുടെ കയ്യിലില്ല. ആരാണ് നിങ്ങൾ ഉസ്താദ് ചോദിച്ചാൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു ഉസ്താദിനെ അവർക്ക് പറയാനുമില്ല.
ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല നമ്മളെ ദീൻ. ഇതിന് അഡ്രസ്സുണ്ട്, അടിവേരുണ്ട്, പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ റസൂലുള്ള വരെ എത്തും. ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദ് നമ്മളൊക്കെ സാധാരണ ബദർ മൗലൂദ് എന്ന ആ ബദർ മൗലൂദ് ഉണ്ടാക്കിയ രചിച്ച രചയിതാവായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് കുഞ്ഞം ബാവ മുസ്ലിയാർ. അങ്ങനെ അതങ്ങോട്ട് പോയാൽ ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്ദൂം തങ്ങളിലേക്ക് എത്തും. ചെറിയ മഹ്ദൂം തങ്ങൾ ഫതുഹുൽ മുഈന്റെ രചയിതാവ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ മഹ്ദൂം തങ്ങളുടെ ഉസ്താദ് ഹറമിൽ വെച്ചുള്ള ഉസ്താദാണ് അശ്ശൈഖ് ഇബ്നു ഹജറിൽ ഹൈത്തമി. ആ ഇബ്നു ഹജറിന്റെ ഉസ്താദാണ് അങ്ങകലെ മിസ്റിൽ, ഈജിപ്തിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കാലിന്റെ താഴെ, ഇമാം ഷാഫിയുടെ കാല് വന്ന് അവസാനിക്കുന്നിടത്താണ് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങളുടെ തല കിടക്കുന്നത്. അങ്ങനെയാണ് രണ്ടുപേരുടെ ഖബർ. ഇങ്ങനെ കിടക്കുന്ന ഖബറിന്റെ നേരെ കാൽ ചുവടിൽ ബഹുമാനപ്പെട്ടവരുടെ ഖബറും. ആ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരിയാണ് ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദ്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി ഉസ്താദ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അവിടുത്തെ ഉസ്താദ് ഇമാം ബുൽഖീനി. അങ്ങനെ അങ്ങോട്ട് പോയാൽ ബഹുമാനപ്പെട്ട ഇമാം നബവി, റാഫി തുടങ്ങി അവിടുന്ന് മേലോട്ട് പോയാൽ ബഹുമാനപ്പെട്ട മുസ്നി, ബുവൈത്തി, അവർ ചെന്നുമുട്ടുന്നു ഇമാം ഷാഫി. ഷാഫി ഇമാം മാലിക് റളിയല്ലാഹുവിലേക്ക് ചെന്നെത്തുന്നു. മാലിക് ഇമാം നാഫി റളിയല്ലാഹുവിൽ നിന്നും, നാഫി റളിയല്ലാഹുവിന് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നും, ഇബ്നു ഉമർ റളിയല്ലാഹുവിന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ റസൂലുള്ള വരെ ചെന്ന് മുട്ടുന്നു. 4 മദ്ഹബും ഇങ്ങനെ നബി തങ്ങളുമായി ചെന്ന് മുട്ടുന്ന മദ്ഹബുകളാണ്. ആ മദ്ഹബിന്റെ ആലിമീങ്ങളാണെന്ന് കേരളത്തിലുള്ള ആലിമീങ്ങൾ. അതാണ് കേരളത്തിലുള്ള ആലിമീങ്ങളും എന്നല്ല, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ രാജ്യത്തുള്ള ആലിമീങ്ങളും. അവർ ചെന്നെത്തുന്നത് ശരിയായ ഉസ്താദുമാരിലൂടെ ഹബീബായി നബി തങ്ങൾ വരെ ചെന്ന് മുട്ടുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ മൗലവിമാർ അവർ ദർസിൽ പഠിച്ചവരല്ല. ഒരു ഉസ്താദിന്റെ അരികിൽ നിന്ന് ഉസ്താദിയത്ത് കിട്ടിക്കൊണ്ടു പോന്നവരും അല്ല. അവർ ഒരു തിയറി മനസ്സിലാക്കി ആ തിയറി കൈമാറിപ്പോന്ന് ആരാ ഭാഗത്തു നിന്നാണ് കിട്ടിയത്? ഈ തിയറി നബി തങ്ങൾ പഠിപ്പിച്ചതാണോ? സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതാണോ? അതല്ല സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ താബിയിൽ നിന്ന് കിട്ടിയതാണോ? ഒരു പാരമ്പര്യവുമില്ല. ഈ പാരമ്പര്യം ദീനിന്റെ അടിത്തറയാണ്. ഇസ്ലാമേതര മതങ്ങൾക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം പറയാൻ കഴിയില്ല. ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ ഒന്നും ഞാൻ അവരുടെ മതത്തെ കുറ്റപ്പെടുത്തി പറയല്ല. ഇസ്ലാം മതത്തിനുള്ള പ്രത്യേകത പറഞ്ഞ ഇങ്ങനെ സുഭദ്രമായ തെളിവുകളിലൂടെ നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ കാര്യങ്ങളെ വികലപ്പെടുത്തി വികൃതമാക്കി അതിൽ തകരാറുകൾ വരുത്തിയത് അമുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല. നാം അവരെ പറയേണ്ട ആവശ്യമില്ല. അവർ അവരുടെ മതം അനുസരിച്ച് അവർ പോകുന്നു. ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും ആ മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ആരോടും ആക്ഷേപമോ കുഴപ്പമോ ഇല്ലാതെ, കലഹിക്കാതെ, സ്പർദ്ധയുണ്ടാക്കാതെ അവർ സുന്ദരമായി പോകുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അതിന് സ്വാഗതമേ ഉള്ളൂ. നാം അതിനെ വ്രണപ്പെടുത്തുന്നില്ല, അവരെ മാനസികമായി വ്രണപ്പെടുത്തുന്നില്ല, പാടില്ല. നാമും അവരുമൊക്കെ ഈ മണ്ണിൻ്റെ മക്കളാണ്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രത്യേകത പരസ്പര വൈരുദ്ധ്യമായ വിശ്വാസങ്ങളും ആദർശങ്ങളും സംസ്കാരങ്ങളും ഒന്നൊന്നിനെ പ്രഹമേൽപ്പിക്കാതെ എല്ലാം ഒരുപോലെ ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുടെ ചെടികൾ ഒരുമിച്ച് നിൽക്കും പോലെ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം. ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കാൻ, കലഹമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, തീവ്രവാദമുണ്ടാക്കാൻ ഒന്നും നാം പറയുന്നില്ല. എന്നല്ല, അത് പാടില്ല, പാടില്ല എന്നാണ് നാം പറയുന്നത്. ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ ഒരു സംഘടന കൂടെ നാം ഉണ്ടാക്കി, കേരള മുസ്ലിം ജമാഅത്ത്. വ്യത്യസ്തങ്ങളായ സംഘടനകൾ
ഇവിടെ നേരത്തെ തന്നെ ഉണ്ട്. ആലിമീങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ ഉണ്ട്. സുന്നി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ ഉണ്ട്. യുവാക്കൾക്കാണെങ്കിലോ സമസ്ത കേരള സുന്നി യുവജന സംഘമുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF ഉണ്ട്. അതിൽ തന്നെ നന്ന കുരുന്നുകൾ, ചെറിയ കുട്ടികൾ, അവർക്കാണെങ്കിലോ SBS ഉണ്ട്. മുഅല്ലിമീങ്ങൾക്ക് അവർക്കൊരു സംഘടന ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്. മഹല്ല് മാനേജ്മെന്റ് മഹൽ അസോസിയേഷൻ SMA ഉണ്ട്, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. എന്നാൽ ഇതിൻ്റെ ഒക്കെ പുറമെ SSF മുതൽക്ക് ജമിയത്തുൽ ഉലമ വരെയുള്ള എല്ലാവർക്കും ബന്ധപ്പെടാവുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആരും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് അവരെ കൂടി കൂട്ടി ദീനിയായ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ജില്ലയും സംഘടിപ്പിക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി ഇന്ന് രൂപീകരിക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് സംസ്ഥാന തലത്തിൽ ഈ ഫെബ്രുവരി 27-ാം തീയതി കോഴിക്കോട് വെച്ച് അതിൻ്റെ പുനഃസംഘടനയും നടക്കുകയാണ്, സംഘടിപ്പിക്കൽ നടക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വ്യക്തമായ നിലക്കുള്ള ദിശാബോധം നൽകാൻ നമ്മുടെ സംഘടന സജീവമാണ്. ഇത് നാം മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതാണ് നമ്മുടെ പ്രവർത്തനം. ഇവിടെ കുഴപ്പമുണ്ടാക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും തീവ്രവാദമുണ്ടാക്കാനും ഭീകരപ്രസ്ഥാനം ഉണ്ടാക്കാനും അല്ല പറയുന്നത്. അത് മുഴുവൻ നമുക്ക് അപകടകമേ ഉണ്ടാക്കും. ഇസ്ലാമിനെ കുറിച്ചുള്ള സൽപ്പേര് ഇല്ലാതെയാക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഏത് കാലത്തും അമുസ്ലിങ്ങൾ ഇസ്ലാം മതത്തെക്കുറിച്ച് വ്യക്തമായി അവർക്കറിയില്ല. അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ആ കാലത്തുള്ള മുസ്ലിമീങ്ങളെ കണ്ടാണ്. അന്നത്തെ മുസ്ലിമീങ്ങൾ ഇസ്ലാം മതം വ്യക്തമായി പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ ഇസ്ലാമിനെ ഇവർ നന്നായി മനസ്സിലാക്കും. ഇതാണ് ഇവരുടെ മതം, നല്ല മതം. അങ്ങനെയല്ലേ പണ്ട് കാലത്ത് ഇവിടുത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് എങ്ങനെ വന്നു? മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. പിന്നെ ആരാണ്? ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ് ഇസ്ലാമിലേക്ക് വന്നത്. അവരാണ് സ്ത്രീകളെ നമുക്ക് ഇവർക്ക് കെട്ടിച്ചു കൊടുത്തത്. അവരാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തന്നു, അതിനുവേണ്ടി പണം തന്നു. എല്ലാ നിലക്കും നമ്മളെ അവർ സഹകരിച്ചു, സഹായിച്ചു. എന്തേ കാരണം? നമ്മൾ കച്ചറക്കാരല്ല, കുഴപ്പക്കാരല്ല, നല്ലൊരു വിശ്വാസത്തിന് ഉടമകളാണ്, സത്യസന്ധതയുള്ളവരാണ്. ഒരാളുകളെ വഞ്ചിക്കില്ല, പറ്റിക്കില്ല, ഇവരെ കള്ളം പറയില്ല, ശുദ്ധവാന്മാരാണ്. വ്യക്തി ജീവിതത്തിൻ്റെ ശുദ്ധിയാണ് അവർക്ക് ഇവരിൽ വലിയ വിശ്വാസം ഉണ്ടായത്. ചരിത്രത്തിൽ പറയുന്ന അപ്പു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവർക്ക് കുടിക്കാൻ വേണ്ടി ഇളനീർ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചു, ഇതെന്താണ്? ഭാഷ അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെയോ അവർ മനസ്സിലാക്കി. ഇത് നിങ്ങളുടേതാണോ, ആരുടെയെങ്കിലും മരത്തുനിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണോ? അത് ഞങ്ങളുടേതാണ്, എൻ്റെതാണ്, എൻ്റെ ഇഷ്ടപ്രകാരം തൃപ്തി പ്രകാരം തന്നതാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമേ അവർ ഇത് കഴിച്ചുള്ളൂ, സ്വീകരിച്ചുള്ളൂ. കാരണം അവർ മറ്റൊരാളുടെ വസ്തു അപഹരിച്ചു കൊണ്ടുവന്നാണെങ്കിൽ കഴിക്കൂല. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ രീതിയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ ആ അന്നത്തെ ഹിന്ദുക്കൾ വലിയ ബഹുമാനം, ആദരവും അവരോട് കാണിച്ചു. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്നും അവർ നല്ല ആദരവും ബഹുമാനവും കാണിക്കും. നമ്മൾ നല്ലവരായി നിന്നാൽ, നാം കച്ചറക്കാരായാൽ ആരും നമ്മളോട് കച്ചറ ചെയ്യും. ഞാൻ പറയുന്നത്, നാം നന്നാകണം, നമ്മുടെ വിശ്വാസം നന്നായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ നന്നായിരിക്കണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശുദ്ധി ഉണ്ടായിരിക്കണം. സാമ്പത്തികപരമായും നമുക്ക് ശുദ്ധി വേണം. സാമ്പത്തിക മേഖലയിൽ കിടക്കുമ്പോൾ എല്ലാവരുടെയും ശുദ്ധി അശുദ്ധമാകുന്ന കാലഘട്ടമാണ്. പ്രധാനമായും നമ്മളെ ശുദ്ധി വരുത്തലാണ് തരീഖത്ത് എന്നൊക്കെ പറഞ്ഞ പരിപാടിൻ്റെ ആവശ്യം. തസ്കിയത്ത് എന്നതിനർത്ഥം ശുദ്ധി വരുത്തുക. കഴുകി ശുദ്ധിയാക്കല്ല, ബാഹ്യമായ ശുദ്ധിയല്ല, ആത്മീയ ശുദ്ധി. ഈ ശുദ്ധി വരുത്തുന്ന പ്രക്രിയയാണ് തരീഖത്ത്. അത് ഇന്ന് പലതായി എന്തൊക്കെയായി മാറിയിരിക്കുന്നു.
അതുകൊണ്ടാണ് അങ്ങനത്തെ തരീക്കത്തുകാരെ നമ്മൾ വിമർശിക്കുന്നത്. നമ്മൾ തരീക്കത്തിനെതിരാന്നല്ല, സുബ്ഹാന ജല്ലാലു. തരീക്കത്തിന് ആരായതിന്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തരീക്കത്തുടെ ആളാണ്. ഞാൻ ഖാദിരിയ തരീക്കത്ത് താജുൽ ഉലമയിൽ നിന്നും അതേപോലെ തന്നെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ മാത്രം അറിവുണ്ടായിരുന്ന വലിയ വിജ്ഞാനത്തിനുടമയായിരുന്ന സയ്യിദ് ഹാമിദ് ഹിബത്തുല്ലാഹി അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരരികിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദിൽ നിന്ന് മഹാനായ സമസ്തയുടെ ആദ്യകാല നേതാവായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങലിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. 1946 സമസ്തയിൽ വന്ന ആളാണ് നൂറുൽ ഉലമ. ചെറിയ ആളല്ല. ഞങ്ങളാണ് സമസ്ത എന്ന് പറയുന്ന ആളുകളൊന്നും ജനിച്ചു കാണൂല. ആ കാലഘട്ടത്തിൽ സമസ്തയിൽ അംഗത്വം സിദ്ധിക്കുകയും അതേ 46 വഫാത്തായ പാങ്ങിൽക്കാരുടെ ദർസിൽ പഠിക്കുകയും അവിടുത്തെ ശിഷ്യത്വം കിട്ടുകയും ചെയ്ത മഹാൻ. അവരിൽ നിന്നും ഞാൻ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഖാദിരിയത്ത് റിഫായിയത്തിൻ്റെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് അനുസ്മരിക്കുന്ന മാസമാണ് ഈ മാസം. നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ ഈ മാസം വരുമ്പോൾ ഒരു ദിവസമെങ്കിലും മൗലിദ് അവരുടെ പേരിൽ നടത്തണം. അപ്പോഴേ അവരെ സ്മരണ എന്നിവിടെ നിലനിൽക്കുള്ളൂ. പഴയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. മുഹിദ്ദീൻ മാല നടത്തും. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ദർസിൽ റബീഉൽ അവ്വൽ 1 തൊട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് 30 ദിവസം ഓതും. അത് കഴിഞ്ഞ് 11 ദിവസം ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളവരുടെ മൗലിദും മാലയും ഒക്കെ പാടും. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് 41-ാം ദിവസം ഒരു വിപുലമായ പരിപാടിയോടെ ദുആ ചെയ്ത് പിരിയലാ പതിവ്. ഇത് നമ്മളെ പൂർവികർ കൊണ്ടുവന്നൊരു ആശയമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വന്ന പിതാവ് ആലിമല്ല, ഒരു സാധാരണക്കാരനാണ്. എങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വലിയ ഒരു ബഹുമാനും കണ്ടിരുന്ന ആളാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അപ്പം റിഫായി തരീഖത്തും എന്ന പോലെ തന്നെ നക്ഷബന്ദി തരീഖത്തും, നക്ഷബന്ദിൻ്റെ ഇജാസത്ത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നപ്പോൾ നക്ഷബന്ദി ഇമാം അടക്കം അവിടുത്തെ 6 ശൈഖുമാരും അവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹൗദ്ദീൻ നക്ഷബന്ദി റളിയല്ലാഹു അൻഹു തൊട്ട് 7 മഹാന്മാർ അവിടെ അദ്ദേഹം അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ആ തരീഖത്ത് അവിടത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു മഹാനിൽ നിന്നും ഇങ്ങനെ നമ്മളും പല തരീഖത്തുകളും അതിൻ്റെ ദിക്റുകൾ നമുക്കുള്ള ഏതനുസരിച്ച് നമുക്ക് തരീഖത്ത് എന്ന നിലക്ക് അതിൻ്റെ ശർത്തത്വം മുരീദാകാനുള്ള നിബന്ധന ഒന്നും നമുക്ക് ഒത്തിട്ടില്ല. അള്ളാഹു അവിടത്തേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ അദ്കാറുകൾ ചെല്ലാനുള്ള ഇജാസത്ത്, സമ്മതം വാങ്ങാറുണ്ട്. അത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അനർഹരായ ആളുകൾ വരുമ്പോൾ ഇവരതിൻ്റെ അർഹരല്ല, കള്ളന്മാരാണെന്ന് ഞങ്ങൾ പറയുന്ന ചെയ്യും. അപ്പൊ പിന്നെ സമസ്തനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. സമസ്തയെയും സമസ്തയുടെ ആലിമീകളെയും കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? അവർ ആലിമീങ്ങളെ പഠിച്ചവരാണ്. അവർ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഹക്കായ തരീഖത്ത്, ഏതാണ് ബാത്തിലായ തരീഖത്ത്. ഹക്കിൻ്റെ ആളുകൾ വരുമ്പോൾ അവരെ നാം സഹായിക്കും, അവരെ പിന്നിൽ നിന്നു കൊടുക്കും. നമുക്ക് ബറക്കത്താണ്. അവർ നിൽക്കുന്നത് ദീനിന് ഗുണകരമാണ്. ഇവിടെ നമ്മളെല്ലാം ഒരു ആലിമീങ്ങളൊക്കെ ഈ സലാത്തിന് വരുന്നു, ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ നിന്ന് സഹകരിക്കുന്നു. എന്തേ കാരണം? ഇത് ദീനിന് വലിയ ശക്തിയാണ്. അതേ സ്ഥാനത്ത് ദീനിന്റെ എതിരിലാണ് ഇങ്ങനെ ഒരു സദസ്സുള്ളതെങ്കിൽ ആ സദസ്സിൽ ആലിമീങ്ങൾ വരുമോ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ പിന്നാലെ ഉണ്ടാവോ? ഉണ്ടാവുകയില്ല. അപ്പൊ ദീൻ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ ദീനെ നിലനിർത്താൻ വേണ്ടി, ദീനെ നശിപ്പിക്കാനല്ല, ദീനിന്റെ ആലിമീങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ദീനിന്റെ ആലിമീങ്ങളെ എതിർക്കാനല്ല, അങ്ങനെ നിലനിൽക്കുന്ന ആളുകളെ സമസ്തയും എന്ന് വെക്കേണ്ട ലോകത്തുള്ള ആലിമീങ്ങളും അവരെ പിന്നിൽ അടിയുറച്ചു നിൽക്കും. അതിലൂടെ സുന്നത്ത് ജമാഅത്തിന് വലിയ ശക്തി ഉണ്ടാകും. അതേ സ്ഥാനത്ത് അതിനെ മുഴുവൻ തള്ളിപ്പറയുന്ന ആളുകൾ ഏത് കോലത്തിൽ വന്നാലും ഏത് പേരിൽ വന്നാലും അവരെ പറയേണ്ടടുത്ത് പറയുകയും
അവളെ ഇരുത്തുകയും ചെയ്യുക എന്നത് ഒരു പണ്ഡിത സഭ എന്ന നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് നിർബന്ധമാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സദസ്സ്, ഈ മജ്‌ലിസ് ഒരുപാട് ആളുകളുടെ ആശാകേന്ദ്രമാണ്, ഒരുപാട് ആളുകളുടെ ആവേശമാണ്. ഒരുപാട് വിശ്വാസികൾക്ക് പല കാര്യങ്ങളിലും എത്ര വിഷയങ്ങൾ, 100 വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരുമ്പോൾ ട്രെയിനിൽ കയറിയ ആളുകൾ മുഴുവൻ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം സലാത്തിന് വരുന്നവരാണ്. അങ്ങനെ എല്ലാ രാജ്യത്തും, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നത് ഇവിടുത്തെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അതിൻ്റെ കബൂലിയത്ത് ഏറ്റി തരട്ടെ. 2 കാര്യം ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങളും ഓർമ്മപ്പെടുത്തണം. എൻ്റെ നാട്ടുകാരനായ ഒരാൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് സംഭവിച്ചു. ഇപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് ആ കണ്ണ് എടുത്തു കളയണം എന്നാണ് പറയുന്നത്. തങ്ങളോട് ഞാൻ പറഞ്ഞു, ദുആക്കാൻ പറഞ്ഞു. കണ്ണ് അള്ളാഹു നിലനിർത്തി അതിൻ്റെ കാഴ്ച ശക്തി കൊടുക്കട്ടെ എന്ന് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. സദസ്സിൽ ദുആ ചെയ്യുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. റഹ്മാനായ റബ്ബേ, എന്ത് പ്രയാസമാണെങ്കിലും ആ കുട്ടിയുടെ കാഴ്ച നീ നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇത്രയും മുഅ്മിനീങ്ങളെ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ആരെ ദുആയും സ്വീകരിക്കാതെ അല്ലാഹു തആല തള്ളിക്കളയുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, 9ാം ക്ലാസ് പഠിക്കുന്ന മറ്റൊരു കുട്ടി, ആ കുട്ടിക്ക് ട്യൂമർ വന്നിരിക്കുകയാണ്. ഒരു ഓപ്പറേഷനും കഴിഞ്ഞു, അവസാന ഘട്ടത്തിലാണെന്ന് പറയുന്നു. ഏത് വിഷമങ്ങളും ഇവിടെ തന്നെ വെച്ചും ഒരുപാട് സംഗതികൾ മാറിയത് അനുഭവസ്ഥരായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ കുട്ടിയുടെ അസുഖം എന്താണെങ്കിലും റഹ്മാനായ റബ്ബ് മാറ്റി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബെ, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. നിന്റെ ശിഫയല്ലാതെ ഞങ്ങൾക്ക് ശിഫയില്ല റബ്ബെ. എല്ലാ രോഗത്തിനും ശിഫ നീ തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ല റബ്ബേ. നിന്റെ ബലാ തന്നുകൊണ്ട് ഞങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഈമാൻ ലഈഫായ കൂട്ടരാണ് റഹ്മാനെ. ഞങ്ങളെ ഈമാൻ തെറ്റിക്കളയുന്ന അവസ്ഥ ഉണ്ടാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങൾക്കും സലാമത്ത് തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച കൂട്ടർ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين 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 برحمتك يا أرحم الراحمين. നിങ്ങൾക്ക് ദുആ എടുക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുടെ ഉസ്താദ് അവറുകൾ ഇപ്പോൾ വേദിയിലെത്തും. SYSൻ്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട പാത്തുറ മുഹമ്മദ് സഖാഫി ഉസ്താദ് അവറുകൾ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ,
പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, യുവാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു അനുഗ്രഹീത സദസ്സിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ഫലമായി മഹാന്മാർ സംഗമിക്കുന്ന സ്വർഗീയ ലോകത്ത് സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവരോടുകൂടെ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഉന്നരായ ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവറുകൾ ഒരുപാട് അറിവുകൾ, ഒരുപാട് ഉലൂമുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അതുവരെ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത്. മഹാനായ മർഹൂം പി എ ഉസ്താദ് സഅദിയയിൽ ഒരുപാട് കാലം പ്രിൻസിപ്പാലായി, കാഞ്ഞങ്ങാട് ഖാദിയായി അറിയപ്പെട്ട ഒരു വലിയായ മഹാനായ പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ, ഞാൻ ബല്ലാക്കടപ്പുറത്ത് ഓതുന്ന കാലത്ത് അവിടെ വന്നപ്പോൾ വഅദ് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ വഅദ് നാവിൽ നിന്ന് ചവിട്ടിലേക്കാണ്. മുമ്പത്തെ ആലിമീങ്ങളൊക്കെ ഖൽബിൽ നിന്ന് ഖൽബിലേക്കായിരുന്നു എന്നും. വന്യരായ ഷെയ്ഖുന പൊന്മല ഉസ്താദ് അവറുകൾ ഓരോ വിവരങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഖൽബുകളിലേക്ക് ഇങ്ങനെ അത് തറച്ച് കയറുകയാണ്. കാരണം അത് ഖൽബിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഖൽബിൽ നിന്ന് വരുന്ന വാക്കുകൾ ഖൽബിലേക്കത് അമ്പ് പോലെ തറച്ച് കയറുകയാണ്. ആലിമീങ്ങളായ മഹാന്മാര് അവര് വഅദ് പറഞ്ഞു തരണമെന്നില്ല. അവരെ കൂടെ കൂടിയാൽ, അവരെ കൂടെ ഇരുന്നാൽ, അവര് വരുന്ന സദസ്സിലിരുന്നാൽ, അവരെ മുഖം നോക്കിയിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം വർദ്ധിപ്പിച്ചു തരും. വഅദ് പറയണം എന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. ഉന്നതന്മാരായ മഹാന്മാരാണവർ. അവരെ കൂടെ ഇരിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കറകളഞ്ഞ ആലിമീങ്ങൾ, ബഹറുൽ ഉലൂമുകളായ, ഇൽമിന്റെ ബഹറുകളായ ആലിമീങ്ങൾ, അതേപോലെ ഔലിയാക്കളാകുന്ന സാദാത്തുക്കൾ അവരുടെ സദസ്സുകളിൽ ഇരുന്നാൽ, അവരെ കൂടെ കൂടിയാൽ നമ്മുടെ മനസ്സിന് പരിവർത്തനം വരികയാണ്, നമ്മുടെ മനസ്സ് നന്നാവുകയാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു മനസ്സ് നന്നാകാൻ വേണ്ടി, ഖൽബ് നന്നാകാൻ വേണ്ടി, ഈമാനിന്റെ വർധനവിന് വേണ്ടി, ഖൽബുകളിലുള്ള രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി 5 ഉപദേശങ്ങൾ അവിടുത്തെ അദ്കിയായിൽ വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് പാടിത്തന്നിട്ടുണ്ട്. എല്ലാ മുതഅല്ലിമീങ്ങളും അത് ദർസിൽ പഠിക്കുന്നവരാണ്.
മഹാനായ ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖൽബിന്റെ രോഗം മാറിക്കിട്ടാൻ ചികിത്സയായി പറഞ്ഞ 5 കാര്യം. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളർഉ ബിസ്സഹർ വമുജാലസാതു സ്സാലിഹീന അൽഫുളലാ. ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നു, വദവാഉ ഖൽബിൻ, ഖൽബ് നന്നാകാനുള്ള ചികിത്സ, ഖൽബിന്റെ രോഗം മാറിക്കിട്ടാനുള്ള ചികിത്സ. ഖംസത്തുൻ, 5 എണ്ണമാണ്, 5 ചികിത്സയുണ്ട്. എന്താണ് നമ്മുടെ ഖൽബിനുള്ള രോഗം? എന്തിനാണ് ഈ സദസ്സിലേക്ക് നാം വളരെ ആവേശത്തോടെ കടന്നു വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളും ഞങ്ങളും ഒരു പള്ളിയിൽ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രായമുള്ള ആള് കൈപിടിച്ചു തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു. തങ്ങളെ ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. ഞങ്ങളോടും അദ്ദേഹം പറഞ്ഞു ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ആളുകളും മഹാന്മാരാകുന്ന സാദാത്യങ്ങളുടെ സദസ്സിലേക്ക്, ആലിമീങ്ങളുടെ അടുക്കലേക്ക്, ഔലിയാക്കളുടെ അടുക്കലേക്ക് വരുന്നത് എന്തിനാണ്? ആഖിബത്ത് നന്നാകണം, മനസ്സ് നന്നാകണം, ഈമാന് സലാമത്തായി കിട്ടണം. അതിനല്ലേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാ മനുഷ്യന്റെയും ഖൽബ് ഒരുപോലെയല്ലല്ലോ, എല്ലാ മനുഷ്യന്റെയും സ്വഭാവം ഒരുപോലെയല്ലല്ലോ, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളാകുന്ന പണ്ഡിതന്മാർ, അവർക്ക് ദിക്ർ ചൊല്ലുന്നതിനോട് വലിയ താല്പര്യമാണ്, ഖുർആൻ ഓതുന്നതിനോട് വലിയ താല്പര്യമാണ്, അതേപോലെ നിസ്കാരത്തിനോട് ആവേശമാണ്. ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ, അതേപോലെ തന്നെ പാതിരാത്രിയായാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ആലിമീങ്ങള്, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകള്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പരിശുദ്ധ ഖുർആനാണ്. കിടന്ന സ്ഥലത്തിൽ നിന്ന് അവർ പെടഞ്ഞെഴുന്നേറ്റ് പോവുകയാണ്. ഖൗഫൻ വതമആ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ പൂതി വെച്ചുകൊണ്ട് രാത്രി കിടന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. രാത്രി പാതിരാ സമയത്ത് ഇബാദത്ത് എടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശമാണ്, ദിക്ർ ചൊല്ലാൻ എന്തെന്നില്ലാത്ത ആവേശമാണ്. രാത്രി എഴുന്നേറ്റുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അവർക്ക് വല്ലാത്ത ആവേശമാണ്, അവർക്ക് വല്ലാത്ത താല്പര്യമാണ്. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒളുവും ചെയ്ത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. യജമാനനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ, നമ്മുടെ മനസ്സെങ്ങനെയാണ്? ബാങ്കെടുക്കുന്ന സമയത്ത് നിസ്കാരത്തിന് ആവേശമാണോ? ഖുർആൻ ഓതാൻ നമുക്ക് ആവേശമുണ്ടോ? ദിക്ർ ചൊല്ലുമ്പോൾ ആവേശമുണ്ടോ? റാത്തീബിന്റെ മാസം കഴിഞ്ഞു, റാത്തീബ് ചൊല്ലുന്നത് 1 മണിക്കൂർ നീണ്ടുപോയാൽ നമുക്കതാ മനസ്സിൽ തോന്നിപ്പോയി, ഞാൻ എത്രയോ ചെല്ലിപ്പോയി എന്ന ധാരണയാണ്. എപ്പോഴാണ് ഇയാൾ നിർത്തുന്നത് എന്നുള്ള തോന്നലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കൾ എങ്ങനെയല്ല, ആരിഫീങ്ങൾ എങ്ങനെയല്ല. അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു, അവിടത്തെ ചരിത്രത്തിൽ കാണാം, റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബ് ചൊല്ലുന്ന മാസമല്ലേ, ബഹുമാനപ്പെട്ട റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലി ഒരു സൈത്തൂൻ മരത്തിന്റെ അടിയിലിരുന്ന് വർഷങ്ങളോളം അവർ ദിക്ർ ചൊല്ലി അല്ലാഹുവിലേക്ക് ലയിച്ചു പോയി. അവർക്ക് ദുനിയാവിന്റെ ചിന്ത വന്നില്ല, ഭക്ഷണത്തിന്റെ ചിന്ത വന്നില്ല, വെള്ളത്തിന്റെ ചിന്ത വന്നില്ല. അവരെ മനസ്സ് അല്ലാഹുവിലേക്ക് ലയിക്കുകയാണ്. ആരിഫീങ്ങൾ എങ്ങനെയാണ്? സ്വാലിഹീങ്ങൾ എങ്ങനെയാണ്? ആരിഫീങ്ങളായ ഉലമാക്കൾ എങ്ങനെയാണ്? അവർക്ക് ദിക്ർ ചൊല്ലാൻ താല്പര്യമാണ്,
കിതാബ് ഇങ്ങനെ ഓതിക്കൊടുക്കൽ വല്ലാത്ത സന്തോഷമാണ്. ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നാം ഖുർആൻ ഓതാനിരുന്നാൽ നമ്മുടെ മനസ്സെങ്ങനെയാണ്? ഖുർആൻ ഓതുമ്പോൾ ആവേശമാണോ? ഓതണമെന്ന് നമുക്ക് പിന്നെയും പിന്നെയും താല്പര്യമാണോ? അല്ല ഒരു കടലാസോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതുമ്പോൾ കണ്ണ് തൂങ്ങുകയാണോ? ക്ഷീണമാണോ? ചോദിക്കട്ടെ, മണിക്കൂറുകളോളം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും അതേ മണിക്കൂറുകളോളം ഇരുന്ന് സ്വറ പറഞ്ഞാൽ നമുക്ക് ക്ഷീണം വരാറില്ലല്ലോ, നമുക്ക് മടി തോന്നാറില്ലല്ലോ, നമുക്ക് വല്ലാത്ത ആവേശമല്ലേ? ഉമ്മമാരോട് ചോദിക്കട്ടെ, ചുറ്റുഭാഗത്തുള്ള വീട്ടുകാരായ ഉമ്മമാരും സഹോദരിമാരും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സ്വറ പറയാൻ തുടങ്ങിയാൽ, ബടായി തുടങ്ങിയാൽ എന്റെ ഉമ്മമാരെ ക്ഷീണം തോന്നാറുണ്ടോ? എന്റെ ഉമ്മമാരെ, നമ്മുടെ കഥവായിൽ നീരിങ്ങനെ വലിക്കുകയാണ്. പറഞ്ഞ് അത് സ്വര പറഞ്ഞുകൊണ്ട് ബടായി വിട്ടുകൊണ്ട് ഉമ്മമാരെ ചോദിക്കട്ടെ, ക്ഷീണം വരാറുണ്ടോ? പകരം ഖുർആൻ എടുത്തോതിയാലോ, വിക്റ് ചൊല്ലാനിരുന്നാലോ, ഞാൻ ചോദിക്കട്ടെ, ക്ഷീണം തോന്നാറില്ലയോ? ഉറക്കം തൂങ്ങാറില്ലയോ? ഹദ്ദാദ് ചൊല്ലാനിരുന്നാലോ വല്ലാത്ത മടിയല്ലയോ? സ്വലാത്തിനിരുന്നാലോ വല്ലാത്ത മടിയല്ലയോ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ എങ്ങനെയല്ല, അവർക്ക് ദിക്റ് ചൊല്ലിയിട്ട് ആശ തീരാറില്ല, ഖുർആൻ ഓതിയിട്ട് അവരുടെ ആശ തീരുന്നില്ല. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തിന് ബാങ്ക് കേട്ടാലോ അവർക്ക് വല്ലാത്ത ആവേശമാണ്, അവർക്ക് നിസ്കാരത്തിലേക്ക് പോകാൻ ആവേശമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്ക് കയറിന്റെ അടിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവസാനത്തെ അഭിലാഷം എന്താണെന്ന് ശത്രുക്കൾ ചോദിച്ചപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, എന്റെ ഭാര്യയെ കാണണമെന്നല്ലല്ലോ, എന്റെ കുടുംബത്തെ കാണണമെന്നല്ലല്ലോ. എന്താണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ദഊനി ഉസല്ലി റകഅതൈൻ, ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ എനിക്കൊന്ന് സമയം തരൂ ശത്രുക്കളെ. പ്രിയപ്പെട്ട സഹോദര, തൂക്ക് കയറിന്റെ അടിയിലാണ് 2 റകഅത്ത് നിസ്കാരത്തിന് വേണ്ടി സമയം ചോദിക്കുന്നത്. വേഗം അതാ 2 റകഅത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ഭാഗത്തേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ലൗലാ അൻ തഹ്സബു അന്നമാ ബി ജസഉൻ ലസിത്തു, നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരുന്നില്ലെങ്കിൽ ജനങ്ങളെ, ഖുബൈബ് തൂക്ക് കയറ് ഭയന്നുകൊണ്ട് നിസ്കരിച്ച് സമയം തള്ളുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരുന്നില്ലെങ്കിൽ ലസിത്തു, ഞാനും ഇനിയും ഒരുപാട് നിസ്കരിക്കുമായിരുന്നു കേട്ടോ. നിസ്കരിച്ചിട്ട് എന്റെ ആശ തീർന്നിട്ടില്ല. സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് എന്റെ പൂതി തീർന്നിട്ടില്ല, എന്റെ ആശ തീർന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മഹാന്മാരും നാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് നിസ്കരിച്ചാൽ ആശ പൂതി തീരുന്നില്ല, അവർക്ക് ഖുർആൻ ഓതിയാൽ പൂതി തീരുന്നില്ല, അവർ കിതാബ് ഓതിയാൽ അവരുടെ ആശ തീരുന്നില്ല, അവർക്ക് നിസ്കരിച്ചാൽ പൂതി തീരുന്നില്ല. നാമും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെയും അവരുടെയും ഖൽബിന്റെ വ്യത്യാസമാണ്. നമ്മെ നിയന്ത്രിക്കുന്നത് ശൈത്താനാണ്, അവരുടെ ശരീരത്തിലെ ഭരണാധികാരി ഈമാനാണ്. ഈമാനാണോ ഭരണാധികാരി എങ്കിൽ അതാ ശരീരത്തെ ഈമാന് നിയന്ത്രിക്കുകയാണ്, കൈനെ നിയന്ത്രിക്കുകയാണ്, കണ്ണിനെ നിയന്ത്രിക്കുകയാണ്, നാവിനെ നിയന്ത്രിക്കുകയാണ്, ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. ഈമാൻ അവന്റെ ഭരണാധികാരിയായാൽ അവൻ ഈമാൻ അനുസരിച്ചവന്റെ ജീവിതമാണ്. അതേ സമയത്ത് ശൈത്താനാണോ ഭരണം നടത്തുന്നത് എങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, വിക്റ് ചൊല്ലാൻ ശൈത്താനിന് താല്പര്യമില്ല, ഖുർആൻ ഓതാൻ ശൈത്താനിന് ഇഷ്ടമില്ല, അതേപോലെ സ്വലാത്ത് ചൊല്ലാൻ ശൈത്താനിന് താല്പര്യമില്ല. അതെ, നല്ലത് ചെയ്യുമ്പോൾ ശൈത്താൻ ഇഷ്ടപ്പെടൂല. അതേ സമയത്തോ ഇരുന്ന് ബടായി വിടുകയാണെങ്കിലോ, സ്വറ പറയുകയാണെങ്കിലോ, സംസാരമാണെങ്കിലോ, ഗീബത്ത് പറയുകയാണെങ്കിലോ, നമീമത്ത് പറയുകയാണെങ്കിലോ,
ശൈത്താന് വല്ലാത്ത ആവേശമാണ്. അതുകൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരാ, മണിക്കൂറുകളോളം നീ ഇരുന്ന് അന്യവന്റെ ഗീബത്ത് പറയുമ്പോഴും അങ്ങാടി തിണ്ണയിലിരുന്ന് സ്വറ പറയുമ്പോഴും നിന്റെ ശരീരത്തിന് ക്ഷീണം തോന്നാത്തത് കേട്ടോ. അതേ സമയത്ത് ദിക്റിന്റെ സദസ്സിലെത്തിയാൽ വല്ലാത്ത വിഷമമാണ്, ക്ഷീണമാണ്. അതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച 5 മരുന്നുകൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ആ സ്വഭാവം മാറിക്കിട്ടാൻ, ദിക്ർ ചൊല്ലുന്നതിനോട് വല്ലാത്ത ആവേശം കിട്ടാൻ, ഖുർആൻ ഓതുമ്പോൾ വല്ലാത്ത മനസ്സമാധാനമുണ്ടാകാൻ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാനുള്ള മനസ്സുണ്ടാകാൻ, ഖൽബ് നന്നാകാൻ, ഖൽബിന്റെ രോഗം മാറിക്കിട്ടാൻ മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു 5 ഉപദേശങ്ങൾ നമുക്ക് പറയുകയാണ്. അതാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു ദിക്യായിൽ പാടിയത്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതുനിൽ ഖലാ. ഖൽബിന്റെ രോഗത്തിന് മരുന്നുണ്ട് കേട്ടോ. 5 മരുന്നുകളാണ്. അതിൽ ഒന്നേതാണെന്നറിയോ? പരിശുദ്ധ ഖുർആന് പാരായണം ചെയ്യലാണ്, ഖുർആനോദലാണ് കേട്ടോ. ഒന്നാമത്തെ മരുന്ന്. എങ്ങനെ അർത്ഥം ചിന്തിച്ചിട്ടോദണം. അപ്പോഴേതാ ഞങ്ങൾക്ക് അർത്ഥം അറിയില്ലല്ലോ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടെ, ഇത് എന്റെ റബ്ബിന്റെ കലാമാണെന്നുള്ള ബോധത്തോടുകൂടെ, ഈ ഖുർആനുള്ളത് റബ്ബിന്റെ കൽപ്പനകളാണ്, അവൻ വിരോധിച്ച കാര്യങ്ങളാണ്, അവൻ പേടിപ്പിച്ചറിയിക്കുന്ന കാര്യങ്ങളാണ്, അവൻ നമുക്ക് സന്തോഷമായി പറയുന്ന സ്വർഗങ്ങളെ കുറിച്ചാണ് ഈ ഖുർആനിലുള്ളത്. അങ്ങനെ റബ്ബിന്റെ താക്കീതുകളും അവന്റെ കലാമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന ബോധത്തോടെ, അതബോടെ, കുരുത്തത്തോടെ ഖുർആന് പാരായണം ചെയ്താൽ കല്ല് പോലെ ഉറച്ച മനസ്സായാലും അവന്റെ ഖൽബ് നന്നാകും കേട്ടോ. ഖുർആനിനേക്കാൾ വലിയ മരുന്ന് വേറെയില്ല കേട്ടോ. എത്ര വലിയ കടുത്ത മനസ്സായാലും ഖുർആൻ നന്നായി പാരായണം ചെയ്താൽ അതബോടെ, കുരുത്തത്തോടെ പാരായണം ചെയ്യണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു. ഖുർആൻ ഓതുന്ന എത്ര ജനങ്ങളാണ് ഖുർആൻ അവരെ ലഅനത്ത് ചെയ്യുന്നു. ഖുർആനിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല, ഖുർആൻ കൊണ്ട് അവർക്ക് ഉപകാരം ലഭിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആൻ എന്തേ അവനെ ലഅനത്ത് ചെയ്യുന്നത്? ഖുർആനിനെ അതബോടെ, കുരുത്തത്തോടെ കാണേണ്ടതുപോലെ അവനിക്ക് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും അദബ് കാണിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. അദബിന് എവിടെ കുറവൊന്നോ അവിടെ പരാജയപ്പെട്ടു. ഏറ്റവും വലിയ അടിസ്ഥാന വിഷയം അത് അദബാണ് കേട്ടോ. എപ്പോഴും ഒരു മനുഷ്യന് വേണ്ടത് അദബാണ്, ബഹുമാനമാണ്, ആദരവാണ്. ബഹുമാനിക്കേണ്ടതിനെ മുഴുവനും ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ മുഴുവനും ആദരിക്കണം. ബഹുമാനത്തിൽ എവിടെ കുറവ് വന്നു പോയോ, എവിടെ അദബ് കേട് വന്നു പോയോ, അതവന്റെ ഈമാനിനെ ബാധിക്കും കേട്ടോ. വിശദമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര അനുഭവങ്ങളുണ്ട്, എത്ര അനുഭവങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്. ഈ നമ്മുടെ രാജ്യത്ത് ഏതൊരുത്തൻ വഹാബിയായിട്ടുണ്ടോ, ഏതൊരുത്തൻ ജമാഅത്തുകാരനായിട്ടുണ്ടോ, ഏതൊരുത്തൻ മൗദൂദിയായിട്ടുണ്ടോ, ഏതൊരുത്തൻ തബ്ലീഗുകാരനായിട്ടുണ്ടോ, അവന്റെ ജീവിതത്തിൽ വന്ന അദബ് കേടിന്റെ ശിക്ഷയാണ് കേട്ടോ അത്. അദബ് കേടിന്റെ ഫലമാണ് കേട്ടോ അത്. വലിയ വലിയ ഏറ്റവും പേച്ച ആളുകള്, ചേകന്നൂർ മൗലവിയായാലും ഏതൊരുത്തനായാലും അവന്റെ ചരിത്രം പരിശോധിച്ചാൽ അവന് വന്ന ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയോ? അദബ് കേടാണോ? കാരണം നിങ്ങളറിയോ, ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിനെ പറ്റിയ ദോഷം എന്താ? ഇബ്ലീസ് ഇബാദത്ത് എടുക്കാത്തതാണോ? നിസ്കരിക്കാത്തതാണോ? ഒരിക്കലും അല്ലല്ലോ. ഇബ്ലീസിന്റെ പോലെ ഇബാദത്ത് എടുക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും സാധ്യമല്ല. അത്തരക്കും സുജൂദ് ചെയ്തവനാണ് ഇബ്ലീസ്.
ഇബ്ലീസ് സുജൂദ് ചെയ്തു മലക്കുകളെ വർഗത്തിൽപ്പെട്ടവനല്ലല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസ് ഭൂമിയിൽ അല്ലാഹുവിനെ ആരാധിച്ച് മലക്കുകൾ ഇബ്ലീസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അതാ ഇബ്ലീസിനെ അല്ലാഹു തആല ഉയർത്തുന്നു. അവസാനം മലക്കുകളെ കൂടെയാണ് ഇബ്ലീസുൽ ലഈൻ, മലക്കുകളെ കൂടെയായി പോയി. ഇബാദത്ത് കാരണം ഉയർന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര. ആ ഇബ്ലീസ് റജീമായത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരും ഓരോ സമയങ്ങളിലും ആ ഇബ്ലീസിനെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. ഖുർആൻ ഓതാനിരിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആ ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാൻ, ആ ശൈത്താനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. ഓരോ ഈമാനുള്ള മുഅ്മിനും ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഇബ്ലീസിനെ തൊട്ട് കാവൽ തേടുകയാണ്. ഏത് സമയത്തും കാവലിനെ തേടുകയാണ്. ആ ഇബ്ലീസ് റജീമായത് എന്തുകൊണ്ടാണ്? ഇബ്ലീസ് റബ്ബിന് സുജൂദ് ചെയ്യാത്തതല്ല, പിന്നെയോ ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചില്ല കേട്ടോ. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തതിന്റെ ദോഷമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റൊരു ദിവസം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വന്യരായ തങ്ങളുടെ ഈ സദസ്സ് വലിയ അത്ഭുതകരമായ സദസ്സാണ്, വലിയ കറാമത്താണ് ഇതന്നെ. എന്തുകൊണ്ടെന്നാൽ ഒരു സമ്മേളനം നടത്തണമെങ്കിൽ എത്ര മാസങ്ങൾക്ക് മുമ്പേ പോസ്റ്ററുകളും മാസങ്ങൾക്ക് മുമ്പേ ബാനറുകളും കൺവെൻഷനുകളും വിളിച്ച് ധാരാളം പ്രചരണം നടത്തിയിട്ടാണ് സമ്മേളനം നടത്താറുള്ളത്. പതിനായിരങ്ങളും ലക്ഷങ്ങളും സംബന്ധിക്കുന്ന ഈ സ്വലാത്തിന്റെ സദസ്സിലേക്ക് ഒരു പോസ്റ്ററും ഇല്ല, ഒരു ബാനറും ഇല്ല, ഒരു പ്രചരണവും ഇല്ല. ആളുകൾ ഇങ്ങനെ വഴിക്ക് വരികയാണ്. ഞാനും വന്യരായ ശൈഖുനാ ഉസ്താദ് അവറുകളും മൂന്നാക്കൽ സലാത്തുന്നി ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നാട്ടിലേക്ക് പോയിരുന്നു. അവിടെയും ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന സലാത്തിന്റെ മജ്ലിസ്. ഞങ്ങൾ ഏകദേശം 8 മണിയാകുന്ന സമയത്താണ് സയ്യിദ് അവറുകളുടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തുമ്പോൾ നീണ്ട വലിയ ലൈനുകൾ, അവരെ സ്വീകരിച്ച് അവർക്ക് മന്ത്രിച്ചു കൊടുത്ത് വിടാൻ വേണ്ടി വന്യരായ ശൈഖുന തങ്ങളവറുകൾ പാടുപെടുകയാണ്. വേർത്തൊലിച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീണ്ട ലൈനുകളും ആളുകളും ക്യൂ നിന്നുകൊണ്ട് വന്യരായ സയ്യിദവറുകളെ സമീപിക്കുന്നു. കാരണം എത്രയോ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ട് ഇന്ന് നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. എത്രയോ മാരക രോഗങ്ങൾ അനുഭവിച്ച ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, അതേപോലെ വലിയ വലിയ രോഗികൾ മുഴുവനും പൂർണ്ണമായും സുഖം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് വരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്യരായ സയ്യിദവറുകൾക്ക് ദീർഘായുസ്സ് ആഫിയത്തോടെ അല്ലാഹു പ്രദാനം ചെയ്ത് നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ഈ തണൽ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് തണലായി വന്യരായ സയ്യിദവറുകളെ അർഹമുർ-റാഹിമായ റബ്ബി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈ നാട്ടിലും എല്ലാ നാടുകളിലും വന്യരായ സയ്യിദവറുകളെ ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ നീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ വേദിയിലുള്ള എല്ലാ സാദാത്യങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ജില്ലയുടെ SYSന്റെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളും അതേപോലെ ഒരുപാട് സാദാത്യങ്ങളുണ്ട്. എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഇതുപോലെ ആശീർവദിച്ച് നമുക്ക് പ്രഭാഷണം നടത്തിയ സമസ്തയുടെ സെക്രട്ടറിയായ വന്യരായ ശൈഖുന പൊന്മല ഉസ്താദ് റഹ്മുർ-റാഹിമായ റബ്ബി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ പൊരുത്തത്തിലായി ദീനി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.